എന്താണ് യൂറോപ്പാസ് CV? അതല്ലെങ്കിൽ ആർക്കൊക്കെയാണ് യൂറോപ്പാസ് CV വേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു യൂറോപ്പാസ് CV തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളായ മോൾട്ട, ഫ്രാൻസ്, ഇറ്റലി, പോർച്ചുഗൽ, ചെക്കോസ്ലോവാക്യ ഈ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാരാണ് കൂടുതലും യൂറോപ്പാസ് CV എന്ന് ഉപയോഗിക്കുന്നത്. അതും പൊതുവേ ബ്ലൂ കോളർ ജോബ്സ് നോക്കുന്ന ആൾക്കാർക്കാണ് യൂറോപ്പാസ് ഏറ്റവും ഉപയോഗമായിട്ട് വരുന്നത്. ഈ ബ്ലൂ കോളർ ജോബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ടെക്നീഷ്യന്മാർ, ഫാക്ടറി വർക്കേഴ്സ്, പ്ലംബേഴ്സ്, ഇലക്ട്രീഷ്യൻ, അതല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർ, ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഡ്രൈവേഴ്സ്, ഇങ്ങനത്തെ ആൾക്കാരാണ് പൊതുവെ യൂറോപ്പാസ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വൈറ്റ് കോളർ ജോബ്സ് ഉള്ള ആൾക്കാരായിട്ടുള്ള അക്കൗണ്ടൻസ്, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് വർക്ക് ചെയ്യുന്നവർ, ക്ലറിക്കൽ വർക്ക്സ് ചെയ്യുന്നവരെല്ലാവരും യൂറോപ്പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂറോപ്പാസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ആദ്യം തന്നെ ഒരു ഫോട്ടോ അത്യാവശ്യമാണ്. നല്ല പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോ എടുക്കേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് അതിൽ പേര് ചെയ്യുമ്പോൾ എപ്പോഴും പാസ്പോർട്ടിലുള്ള പേര് തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അതുപോലെ അടുത്ത് കോൺടാക്റ്റ് നമ്പേഴ്സ് വയ്ക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഏത് രാജ്യത്തോട്ടാണ് പോകുന്നത് ആ രാജ്യത്തെ നമ്പർ തന്നെ വയ്ക്കാൻ ശ്രമിക്കണം. അതല്ലെങ്കിൽ നമ്മളൊരു ഇന്ത്യൻ നമ്പറാണ് ഇതിൽ വയ്ക്കുന്നതെങ്കിൽ പിന്നീട് ഇത് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം ഇതൊരു യൂറോപ്യൻ യൂണിയൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ചെയ്യുന്ന CV ആയതുകൊണ്ട് നമുക്ക് PDF ഫോമാറ്റിൽ മാത്രമേ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് പിന്നെ രണ്ടാമത് അത് എഡിറ്റ് ചെയ്ത് നമ്മൾ ആ നമ്പർ ചേഞ്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ കഴിയുന്നതും നമ്മൾ ആ നമ്പറെല്ലാം തയ്യാറാക്കിയതിന് ശേഷം മാത്രം യൂറോപ്പാസ് CV തയ്യാറാക്കേണ്ടതാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു അബൌട്ട് മീ സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതലും ഉൾപ്പെടുത്തേണ്ടത് നമ്മൾ ഇത്രയും നാളും ചെയ്തിരുന്ന വർക്കുകളെ കുറിച്ചുള്ള ഒരു ചെറിയ സമ്മറിയാണ്. അതല്ലാതെ പലപ്പോഴും എഴുതി കണ്ടിട്ടുണ്ട്, ഞാൻ ഇതെല്ലാം ചെയ്യാൻ തയ്യാറാണ്, അവിടെ വന്ന ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ പലരും എഴുതി വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയൊക്കെ മാറ്റി നമ്മൾ ഇത്ര നാൾ നമ്മൾ വർക്ക് ചെയ്ത കാര്യങ്ങളാണ് പൊതുവെ അതിൽ അബൌട്ട് മീ സെക്ഷനിൽ വെക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടത് വർക്ക് എക്സ്പീരിയൻസുകളാണ്. അപ്പോൾ എല്ലാ വർക്ക് എക്സ്പീരിയൻസുകളും നമ്മൾ ആഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ഏത് ടൈപ്പ് ജോലികളാണ് നമ്മൾ ഈ രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളത്, അപ്പോൾ അതുമായി മാച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ ഈ ജോബ് എക്സ്പീരിയൻസിലും വെക്കേണ്ടത്. അപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെക്കേണ്ട ഒരു കാര്യമുള്ളത് നമ്മുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസിയാണ്. അതിൽ വളരെ പ്രധാനമായിട്ട് ഇംഗ്ലീഷ് നമ്മൾ വളരെ പ്രൊഫിഷ്യൻ്റ് ആണെന്ന് തന്നെ അതിൽ ഉൾപ്പെടുത്തണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യൻ റീജിയണൽ ലാംഗ്വേജസ് ആയ തമിഴോ ഹിന്ദിയോ വയ്ക്കുന്നതിന് പകരം അറബിക്കോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ലൈക്ക് ജർമ്മനോ സ്പാനിഷോ ഒക്കെ അറിയാമെങ്കിൽ അതിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക. പിന്നെ വരുന്നൊരു കാര്യം ലൈസൻസാണ്. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ജോബിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ ഹെവി ലൈസൻസ് അങ്ങനത്തെ കാര്യങ്ങൾ വ്യക്തമായിട്ട് കൊടുക്കണം. ഡ്രൈവിംഗ് നമ്പറൊന്നും കൊടുക്കേണ്ട വരില്ല, പക്ഷേ ഏതൊക്കെ ഡ്രൈവിംഗ് ലൈസൻസാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുള്ളത് സൂചിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് വരുന്നത് നിങ്ങളുടെ അവാർഡ് സെക്ഷൻ ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് എഡ്യൂക്കേഷനും അതുപോലെ സർട്ടിഫിക്കേഷൻസ്. ഈ സർട്ടിഫിക്കേഷൻസ് എല്ലാം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതെല്ലാം ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആയിരിക്കണം ഇതിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം മുൻകണ്ടിട്ട് നമ്മളൊരു റെസ്യൂം തയ്യാറാക്കുക എപ്പോഴും. അതല്ല അങ്ങനെ ഒരു ഏജൻറ്റ് പറയും യൂറോപ്പാസ് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻസി യൂറോപ്പാസ് റെസ്യൂമാണ് വേണ്ടതെന്ന് പറയുമ്പോഴും ചുമ്മാ അതിൻ്റെ ലോഗോ മാത്രം വെച്ചിട്ട് ഒരു റെസ്യൂം തയ്യാറാക്കാതെ ഈ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് അതെല്ലാം തയ്യാറെടുത്തിട്ട് നിങ്ങൾ റെസ്യൂം തയ്യാറാക്കി കഴിഞ്ഞാൽ ആ യൂറോപ്പാസ് CVക്ക് വളരെയധികം ഉപയോഗം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും.